അതെ, ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ക്ലിപ്പ് ചെയ്താലോ? ഇത് ശരിക്കും ഒരു പഴയ ക്ലിപ്പാണ്. അതിൻ്റെ സെൻറ്ററിലേക്ക് ഇങ്ങനെ ഇളകിപ്പോയി. അപ്പോൾ എങ്ങനെ റീയൂസ് ചെയ്യാമെന്നാണ്. അപ്പോൾ കുറച്ച് പഴയതാണ് ആ എഡ്ജിലുള്ള ആ പോംപോമില്ലേ. അപ്പോൾ എന്താ പറയുക, അതിനൊക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതുപോലത്തെ സ്പെയർ എൻ്റെ കയ്യിലുണ്ട്. അതിനെ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യുക, എന്നിട്ട് കുറച്ച് ഗ്ലൂ വെച്ചിട്ട് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഹെയർ ബോയിലൊക്കെ ഉള്ളത് പെട്ടെന്ന് ഇങ്ങനെ ഗ്ലൂ ഒക്കെ ഇളകി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നതൊക്കെ എടുത്ത് വെച്ചിരുന്നെങ്കിൽ നമുക്കതിനെ ഏതെങ്കിലും ഒരു രീതിയിൽ റീയൂസ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് എന്താ പറയുക, അതുപോലെ ഫിക്സ് ചെയ്തിട്ട് ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും വരുമ്പോൾ ജസ്റ്റ് പേളോ ബീഡ്സോ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഒന്ന് ജസ്റ്റ് അവിടെ ഞാൻ നമ്മുടെ B7000 ഗ്ലൂ തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതവിടെ ഫിക്സ് ചെയ്ത് വെച്ചു. ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ ഫിക്സ് ആവും. ഗ്ലൂ ഗണ്ണാണെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ അത് പേസ്റ്റ് ആയി കിട്ടും നമുക്ക്. അത് കഴിഞ്ഞിട്ട് സെൻറ്ററിൽ അവിടെ ഒരു ഫോം ഫ്ലവറാണ് ഇരുന്നത്. എൻ്റെ ഒരു വൈറ്റ് ഫോം ഫ്ലവർ ഇല്ലായിരുന്നു. അപ്പം ഞാൻ അതിന് പകരം ചെറിയ 1-2 ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ആ ഫ്ലവേഴ്സ് എന്താ പറയുക സെൻറ്ററിലേക്ക് കൊടുത്ത് അതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തു. എന്താ പറയുക, അതിൻ്റെ ഈ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഫ്ലവേഴ്സിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി. കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, അതിൻ്റെ പുറകിലുള്ളത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ അത് മൊത്തത്തിൽ ഇളകി വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളത് ചെയ്യാൻ. കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് അതിനെ അവിടെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക ആ കമ്പിയൊന്ന്. അതിനുശേഷം ഞാൻ വേണ്ട ഇപ്പോൾ ബാക്ക് സൈഡിൽ ഒരു അലിഗേറ്റർ ക്ലിപ്പ് ഫിക്സ് ചെയ്ത് കൊടുത്തു. നല്ല ചൂടായിരുന്നതാണ്, അതുകൊണ്ടാണ് ഹാൻഡ് വയ്ക്കാത്തത്. എന്നിട്ട് ഈ സെൻറ്റർ പോർഷനിലേക്ക് ഇനി ആ ഫ്ലവർ വെച്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അത്ര മാത്രമേ ഉള്ളൂ. സെൻറ്ററിലേക്ക് ആദ്യം ഒന്ന് വയ്ക്കുന്നു, എന്നിട്ട് അതിനൊന്ന് റൗണ്ട് ചെയ്ത്. അപ്പോൾ എത്ര ഫ്ലവർ വേണം നിങ്ങൾക്ക്, ഇനി അവിടെ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയൊക്കെ ഉള്ളപ്പോൾ ഒരു വലിയ ഫ്ലവർ കൊടുത്താൽ മാത്രം മതിയാവും. ഞാനിത് അപ്ലോഡ് ചെയ്തത് ഇതുപോലെ നിങ്ങളുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഉള്ളതൊക്കെ ഇത് തന്നെ വേണമെന്നില്ല, വേറെ പലതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ കാണുമ്പോൾ ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. കുഞ്ഞ് ഫ്ലവർ കൊടുത്തപ്പോൾ ശരിക്കും ഭംഗിയായി കേട്ടോ. അത് എന്താ പറയുക, ഇതൊരു ഹെയർ ബോയിലിരുന്നതാണ്. ഹെയർ ബോയിലിരുന്നത് അതിങ്ങനെ ഇളകി വന്നപ്പോൾ ആ ഫോം ഫ്ലവർ അങ്ങ് ഇളകിപ്പോയി. ആ ഫോം ഫ്ലവർ പോയപ്പോൾ പിന്നെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലൊക്കെ ഉള്ളത് കുറച്ചുകൂടി ചെറിയ ഫോം ഫ്ലവറാണ്, ഇത്രയും വലുതില്ലായിരുന്നു. അല്ലെങ്കിൽ അവിടെ അങ്ങ് ഫിക്സ് ചെയ്താൽ മാത്രം മതിയാവുമായിരുന്നു. അപ്പോൾ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ അതിനെ റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തു. ഇപ്പോൾ ശരിക്കും ഇത്രയും ചെയ്തപ്പോൾ തന്നെയാണ് അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇനി സൈഡിലേക്ക് നന്നായിട്ടെല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം സൈഡിലേക്ക് കുറച്ച് കട്ട് ബീഡ്സ് ഇല്ലെങ്കിൽ നമ്മുടെ പേളോ ബീഡ്സോ എന്ത് വേണോ കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ കുറച്ച് സ്റ്റോൺസ് കൊടുക്കാം, നമുക്കിഷ്ടമുള്ളതൊക്കെ കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ ഹാഫ് കട്ട് ബീഡ്സ് ഉണ്ടായിരുന്നു, കട്ട് ബീഡ്സ് കൊടുത്തങ്ങ് അറേഞ്ച് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഡാമേജ് ആയി വരുന്ന ഹെയർ ക്ലിപ്പൊക്കെ നമുക്ക് റീയൂസ് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെയുള്ള ഐഡിയ ഒക്കെ കണ്ടിരുന്നു കഴിഞ്ഞാൽ നല്ലതാണ്. ഓക്കെ, ഒന്നുമില്ല, 4 സൈഡിലും ഒന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തു. നല്ല ഭംഗിയായിരുന്നു. കാരണം ഇത് അതിൻ്റെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു, ആ ഫ്ലവർ മാത്രമേ ഇളകിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, എന്ത് ഭംഗിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.